മുസ്ലിം കൂട്ടുകാരോട് ഭയങ്കര അടുപ്പമൊക്കെ ആയിരുന്നു. അപ്പോൾ അവരുടെ വീട്ടിലേക്ക് പോവും, അതുപോലെ എൻ്റെ വീട്ടിലേക്കൊക്കെ വന്ന് നല്ല അടുപ്പത്തിൽ തന്നെയായിരുന്നു. പിന്നീട് +2 കഴിഞ്ഞ് ഡിഗ്രി എത്തിയപ്പോഴേക്കും സ്വാഭാവികമായിട്ടും ഞാൻ ആ ഒരു മുസ്ലിം കൂട്ടുകാരോടൊപ്പം തന്നെ ചേർന്നു. എന്നോടുള്ള സ്വാതന്ത്ര്യം കൊണ്ട് എല്ലാം കൊണ്ട് തന്നെ അവരുടെ മതകാര്യങ്ങളൊക്കെ എന്നോടും കൂടി ഷെയർ ചെയ്യുമായിരുന്നു. അത് കുറച്ച് നാൾ തുടർന്നു. അങ്ങനെ പതുക്കെ പതുക്കെ എന്നോട് തന്നെ ഓരോ ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങി നമ്മുടെ ഹിന്ദു മതത്തെ പറ്റി. പക്ഷേ എനിക്ക് ഒന്നും തിരിച്ച് മറുപടി പറയാൻ അറിയുന്നില്ല. കാരണം എൻ്റെ മതത്തെപ്പറ്റി പഠിക്കാനുള്ളൊരു വ്യവസ്ഥയില്ല. ആരോടെങ്കിലും ചോദിച്ചാലൊരു ഉത്തരം പറയാൻ അറിയില്ല. അങ്ങനെ നിൻ്റെ മതത്തിൽ എന്താണ് ഇങ്ങനെ, അങ്ങനെ ഓരോന്ന് ചോദിക്കുമ്പോഴേ നമുക്ക് കറക്റ്റായിട്ടുള്ളൊരു മറുപടി പറയാൻ അറിയുന്നില്ല. പക്ഷേ അവരാണെങ്കിൽ കുഞ്ഞുനാളിൽ തൊട്ടേ മദ്രസ വിദ്യാഭ്യാസം നേടി വരുന്നവരാണ്. അവർ ഓരോരുത്തരും അവരുടെ മതത്തിൻ്റെ വക്താക്കളാണ്. അതുപോലെ അങ്ങനെ വന്നപ്പോൾ ഇത് ഭയങ്കര കൺഫ്യൂഷനായി. ആ സമയത്ത് കൺഫ്യൂഷൻ ഇട്ട് തരിക, പിന്നെ ക്വസ്റ്റ്യനിങ്, അതുപോലെ ക്രിട്ടിസൈസ് ചെയ്യുക, അങ്ങനെ ഓരോ ഘട്ടങ്ങൾ കഴിഞ്ഞു പോയതിന് ശേഷം നമ്മൾ ഒരു വല്ലാത്തൊരു മാനസികാവസ്ഥയിൽ എത്തിച്ചേരും. അതിനുശേഷം ഇവരുടെ മതത്തെപ്പറ്റി ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു തരും. അപ്പോൾ പിന്നെ അവരാണെങ്കിൽ നല്ല പെരുമാറ്റമൊക്കെയാണ്. അപ്പോൾ നമ്മളങ്ങനെ വിചാരിക്കുന്ന പോലുമില്ലല്ലോ നമ്മളെ ചീറ്റ് ചെയ്യാനാണ് നോക്കുന്നത് എന്നുള്ള കാര്യം. അങ്ങനെ പതുക്കെ ഓരോ ഘട്ടത്തിലേക്ക് പോയി. പിന്നെ കുറേ പുസ്തകങ്ങൾ നമുക്ക് തരും. അതുപോലെ ഇസ്ലാമിലേക്ക് മതം മാറിയ ഹിന്ദുക്കളായിട്ടുള്ള ആൾക്കാരും അതുപോലെ ക്രിസ്ത്യാനികളായിട്ടുള്ള ആൾക്കാരുടെ അനുഭവങ്ങൾ പറഞ്ഞുകൊണ്ടുള്ള ഇസ്ലാം മതം പഠിക്കാൻ വേണ്ടി സത്യസരണയിലേക്ക് പോകാൻ വേണ്ടി തീരുമാനിച്ചു. അപ്പോൾ അതിനുള്ള ഒത്താശയൊക്കെ ചെയ്തു തന്നിട്ടുണ്ടായിരുന്നത് കൂട്ടുകാർ എൻ്റെ ഫ്രണ്ട് വഴി, അങ്ങനെ അവരുടെ റിലേറ്റീവ്സ്, അങ്ങനെ കുറേ കണക്ഷൻസ് ഉണ്ടായിരുന്നു. അവരൊക്കെ ഈ പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകരായിരുന്നു. അവരാണ് എനിക്ക് എല്ലാ നിയമസഹായങ്ങളും ചെയ്തു തന്നത്.